And last but not the least, we'll be joined on days by Shri Sudhir Nath NB. He's a renowned cartoonist, writer, and a columnist. He's a recipient of many awards, including Media Fellowship from Kerala Media Academy, Government of Kerala, इसके अतिरिक्त K.S. Pillai फ्रीलांस कार्टून अवार्ड, केरल ललित कला अकादमी से सोलो कार्टून एग्जीबिशन ग्रांट सहित कई पुरस्कारों से आपको समय समय पर सम्मानित किया गया. He has around 48 books to his credit, including 3 cartoon collections, Rupa Humor Series, Cartoonist Shankar's and Yesudasan's Life Story and Cartoon History, and currently he is the chairman of Kerala Cartoon Academy and governing body member of Malayalam Mission, Government of Kerala. Yeah, Sri Sudhir Nathana, Mother Time Movement എന്നതിനെ കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഓംചേരി സാറിന്റെ പിന്നീട് ഞാൻ പറഞ്ഞോളാം. ഓക്കെ, ശ്രീ സുധീർ നാഥ്. സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ എ ജെ ഫിലിപ്പ് സാർ, സഹ പാനലിസ്റ്റുകളായ അനീഷ് രാജൻ, ശശികുമാർ, ഇവിടെ കൂടിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഓംചേരി NN പിള്ള എന്ന മലയാള ഭാഷാ സ്നേഹിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി ഒരുക്കിയ ആദരവിന് ഒരു മലയാളി എന്നുള്ള നിലയിൽ ആദ്യമേ നന്ദി പറയുന്നു. അതിന് കൂടുതൽ താല്പര്യമെടുത്ത പ്രിയപ്പെട്ട നമ്മുടെ കഥാകൃത്ത് രാമനുണ്ണി സാറിനും അതുപോലെ തന്നെ അനീഷ് രാജൻ സാറിനും അക്കാഡമിയുടെ സെക്രട്ടറി ശ്രീനിവാസ് റാവു സാറിനും ഈ അവസരത്തിൽ ഡൽഹി മലയാളികളുടെ മാത്രമല്ല മലയാളി സമൂഹത്തിന്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മലയാള ഭാഷയുടെ സാംസ്കാരിക പ്രതീകവും മാതൃഭാഷാ പക്ഷപാതിയുമായ ഓംചേരി എന്ന വിഷയത്തിലാണ്. ഞാനിവിടെ സംസാരിക്കേണ്ടത് ഓംചേരിയുടെ മാതൃഭാഷാ പ്രചരണത്തിലെ പങ്കിനെ കുറിച്ചാണ്. ഓംചേരിയുടെ മാതൃഭാഷയും എൻ്റെ മാതൃഭാഷയും ഒന്നാണ്. അത് മലയാളമാണ്. ഞാൻ ഉൾപ്പെടെയുള്ള ഡൽഹിയിലെ മിക്കവാറും മലയാളികൾ ഉപയോഗിക്കുന്ന മലയാളം ഡൽഹി മലയാളമാണ്. ഓംചേരിയുടെ ഡൽഹി മലയാളം തന്നെയായിരുന്നു. അതങ്ങനെ ആയി പോകുന്നതാണ്. ഒരുപക്ഷെ നമ്മളൊന്നും അത്ര ശ്രദ്ധിക്കാത്ത ഒരു കാര്യമായിരിക്കും പ്രവാസികളായ ഡൽഹിയിലെ മലയാളികൾ ഉപയോഗിക്കുന്ന മലയാളം ഡൽഹി മലയാളമാണ് എന്നത്. കേരളത്തിൽ ഇപ്പോൾ മലയാളികൾ ഉപയോഗിക്കുന്നത് പോലും ശുദ്ധ മലയാളമല്ല എന്നുള്ള പക്ഷക്കാരനാണ് ഞാൻ. ഓംചേരി NN പിള്ളയുടെ മലയാള സ്നേഹം തിരിച്ചറിയണമെങ്കിൽ അദ്ദേഹത്തിന്റെ ജീവചരിത്രം തന്നെ നോക്കിയാൽ മതി. മലയാളത്തിലെ പ്രിയ കഥാകാരൻ M. മുകുന്ദൻ സമീപകാലത്ത് ഡൽഹിയിലെ ഒരു ചടങ്ങിൽ പറഞ്ഞത് ഓർക്കുകയാണ്. കേരളത്തിൽ നിന്ന് രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലേക്കൊരു മലയാളി എത്തുമ്പോൾ അയാൾ ഒപ്പം കൊണ്ടുവരുന്നത് സ്വന്തം ഭാഷയും സംസ്കാരവുമാണ്. അത് യഥാർത്ഥത്തിൽ ശരിവെക്കുന്നതാണ് ഓംചേരിയുടെ ജീവിതം. അദ്ദേഹം കേരളത്തിൽ നിന്ന് വന്നപ്പോൾ മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഒപ്പം കൂട്ടി. അദ്ദേഹത്തിന്റെ വീട്ടുമുറ്റത്ത് മാവും പ്ലാവും വാഴയും ഒക്കെ ഒരു നാട്ടുപച്ച നമുക്ക് കാണാം. വീടിനുള്ളിൽ നിന്നും മലയാള സംഗീതം ഒഴുകി വരുന്നുണ്ടായിരുന്നു. മോഹിനിയാട്ടത്തിന്റെ നൃത്ത ചുവടുകളും നമുക്ക് കേൾക്കാമായിരുന്നു. അദ്ദേഹത്തിന്റെ പുസ്തക ശേഖരത്തിൽ മലയാള ഭാഷയിൽ ഇറങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ കൃതികളും കാണാവുന്നതാണ്. ഓംചേരി 70 വർഷത്തോളം ഡൽഹിയുടെ ഭാഗമായിരുന്നു. 74 വർഷം. അദ്ദേഹം ഡൽഹിയുടെ ഭാഷയായ ഹിന്ദി പഠിച്ചിരുന്നില്ല. നേരത്തെ ഫിലിപ്പ് സാർ അത് സൂചിപ്പിച്ചിരുന്നു.
അദ്ദേഹം മലയാളവും ഇംഗ്ലീഷും മാത്രമായിരുന്നു ഇക്കാലം അത്രയും ഉപയോഗിച്ചിരുന്നത്. ഓംചെരിയുടെ സഹായിയായി ഒരു ബീഹാറുകാരനായ ഒരു കുട്ടി ഒപ്പം കൂടിയിരുന്നു. പേര് മുസ്തഖീൻ. മുസ്തഖീന് ബീഹാറിയും ഹിന്ദിയും അല്ലാതെ മറ്റൊരു ഭാഷയും വശമില്ലായിരുന്നു. ഓംചേരിക്ക് ഹിന്ദി അറിയുകയുമില്ല. ഹിന്ദി പഠിക്കുവാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തിയതുമില്ല. ജീവിതാവസാനം വരെ ഓംചേരിയോടൊപ്പം മുസ്തഖീനും ഉണ്ടായിരുന്നു, സഹായിയായി, സെക്രട്ടറിയായി, ഡ്രൈവറായി. മുസ്തഖീൻ ഓംചേരിയിൽ നിന്ന് മലയാളം നിഷ്പ്രയാസം പഠിച്ചെടുത്തു. ഓംചേരി അദ്ദേഹത്തെ മലയാളം പഠിപ്പിച്ചു എന്ന് പറഞ്ഞാലും തെറ്റില്ല. ഓംചേരി ഹിന്ദിയോട് പൊരുത്തപ്പെടാതെ തന്നെ 100 വയസ്സും പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തു. ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമം നടക്കുന്നു എന്ന് പറയുന്ന ഇന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ തീവ്രമായ ഭാഷാ സ്നേഹത്തെ നമുക്ക് ചേർത്ത് വെക്കാം. 2000 വർഷത്തിൽ കൂടുതൽ ചരിത്രമുള്ള ഭാഷകൾക്ക് ഇന്ത്യൻ ഭരണകൂടം നൽകുന്ന പ്രത്യേക അംഗീകാരമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി. ഇന്ത്യയിൽ ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്ന 5ാമത്തെ ഭാഷയാണ് മലയാളം. 2013 മെയ് 23 ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗമാണ് മലയാളത്തെ ശ്രേഷ്ഠ ഭാഷയായി അംഗീകരിച്ചത്. ക്ലാസിക്കൽ ലാംഗ്വേജ് എന്ന പദവിയാണ് നൽകിയത്. അതിന് മലയാളത്തിൽ നൽകിയ വിവർത്തനമാണ് ശ്രേഷ്ഠ ഭാഷാ പദവി എന്നുള്ളത്. മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിക്കുന്നതിന് ഓംചേരി സാർ നടത്തിയ ശ്രമങ്ങളെ ഞാനിവിടെ ഓർക്കുകയാണ്. ഞാൻ ഡൽഹിയിൽ വന്നിരുന്ന കാലത്ത് അദ്ദേഹം നിരന്തരം എഴുതിയ കത്തുകൾ പലപ്പോഴും കാണുവാനിടയായ ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ളതിൽ, ആ ശ്രേഷ്ഠ പദവി മലയാളത്തിന് ലഭിക്കുന്നതിൽ ഓംചേരി സാറിന് ഉണ്ടായ പങ്ക് ഞാനിവിടെ ഓർക്കുകയാണ്. സംസ്ഥാന ഭാഷകളുടെ നിലയും വിലയും ഉയർത്തുവാൻ നീതിന്യായ കോടതിയിലെ വ്യവഹാര ഭാഷ അത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിലെ ഭാഷയായിരിക്കണമെന്ന് മഹാത്മാഗാന്ധി നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വന്തം ഭാഷയുടെ വ്യക്തിത്വം നിലനിർത്താൻ നാം ബോധപൂർവം ശ്രമിച്ചേ തീരൂ എന്ന് ആദ്യ മുഖ്യമന്ത്രിയായ EMS അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. മാതൃഭാഷയിൽ പഠിക്കാൻ അവസരം ലഭിക്കുക എന്നത് കുട്ടികളുടെ ജന്മാവകാശമാണ്. വൈദേശിക ഭാഷ അവരുടെ മേൽ അമിതഭാരം ഉണ്ടാക്കുകയും അവരുടെ സർഗശേഷിയെ നശിപ്പിക്കുകയും ചെയ്യുന്നു. വളർച്ച മുട്ടിയ അവർ സ്വന്തം വീട്ടിൽ ആണെങ്കിലും ഒറ്റപ്പെട്ടവരായി മാറുകയാണ് ഫലം. ഇതിനെ ഒരു ദേശീയ ദുരന്തമായിട്ടാണ് താൻ കാണുന്നതെന്ന് മഹാത്മാഗാന്ധി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് താമസിക്കുന്ന പ്രവാസികളായ മലയാളികളുടെ മക്കൾ ജനിച്ചു വളരുന്ന പ്രദേശത്തെ ഭാഷയാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അവരുടെ മാതൃഭാഷ മലയാളമാണെങ്കിൽ തന്നെയും അവർ അതാത് പ്രദേശത്തെ ഭാഷയായിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ഡൽഹിയിലുള്ളവർ ഹിന്ദിയാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിൽ ബോംബെയിൽ മറാഠിയും, ഹൈദരാബാദിലുള്ളവർ തെലുങ്കും, കർണാടകയിലുള്ളവർ കന്നഡയും, തമിഴ്നാട്ടിലുള്ള പ്രവാസി മലയാളികളുടെ മക്കൾ തമിഴുമാണ് ഉപയോഗിക്കുക. പ്രവാസികളായ മലയാളികളുടെ പുതിയ തലമുറ മാതൃഭാഷ മറക്കുന്നുവോ എന്നുള്ള ചോദ്യം ഡൽഹിയിലാണ് ആദ്യം ചർച്ച ചെയ്യപ്പെട്ടത്. അതിന്റെ ഫലമായി ഡൽഹിയിലെ വിവിധ സാംസ്കാരിക സംഘടനകൾ ചെറിയ രീതിയിലാണെങ്കിലും ഭാഷാ പഠന കേന്ദ്രങ്ങൾ ആരംഭിക്കുകയുണ്ടായി. ജനസാംസ്കൃതി തുടക്കം കുറിച്ച മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ പിന്നീട് ഡൽഹി മലയാളി അസോസിയേഷൻ അടക്കമുള്ള സാംസ്കാരിക സംഘടനകൾ ഏറ്റെടുത്തു. ഇത്തരം പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ തന്നെ പൈതൃക സംസ്കൃതി നഷ്ടപ്പെടുന്നവരും തലമുറയെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ സാംസ്കാരിക പ്രവർത്തകർക്കിടയിൽ ആശങ്ക ഉണ്ടാക്കി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് ഡൽഹി പ്രദേശ് മലയാളി കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയായ KP വിനോദ് കുമാറും ഡൽഹിയിലെ ഇൻഫർമേഷൻ ഓഫീസിലെ ജീവനക്കാരനായ പ്രസന്നകുമാറുമാണ് മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങളെ കേരള സർക്കാർ അംഗീകരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കത്തയക്കുന്നത്. നിരന്തരമായ അന്വേഷണങ്ങൾക്കും ചർച്ചകൾക്കും ശേഷം ഡൽഹിയിലെ മലയാള പഠന കേന്ദ്രങ്ങൾക്ക് സർക്കാർ ഔദ്യോഗികമായി അംഗീകാരം നൽകി. സർക്കാർ അത് അംഗീകരിച്ച് 2005 ഡിസംബറിൽ ഉത്തരവിട്ടപ്പോൾ മേൽപ്പറഞ്ഞ സംഘടനകളുടെ പേരും പരാമർശിക്കുന്നുണ്ട്. ഡൽഹിയിലെ മലയാള പഠന കേന്ദ്രത്തിന് സർക്കാരിന്റെ പിന്തുണ നൽകിയ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെയും ഔദ്യോഗിക ഭാഷാ വകുപ്പ് സെക്രട്ടറി ജിജി തോംസൺ IAS ആദരപൂർവ്വം ഓർക്കേണ്ടതുണ്ട്.
ഡൽഹിയിലെ മലയാള പഠന കേന്ദ്രങ്ങൾക്ക് സർക്കാർ ഔദ്യോഗിക അംഗീകാരം നൽകി എന്നതുകൊണ്ട് സാമ്പത്തികമായ പിന്തുണ നൽകി എന്ന് തെറ്റിദ്ധരിക്കരുത്. ഡൽഹിയിലെ ഭാഷാ പഠന കേന്ദ്രങ്ങൾക്ക് സൗജന്യമായി പാഠ്യപദ്ധതി തയ്യാറാക്കി പുസ്തകങ്ങൾ നൽകുകയും പരീക്ഷ നടത്തി സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്തു എന്നതാണ് സർക്കാർ ചെയ്തത്. ക്ലാസുകൾ നടത്തുന്നതിനും മറ്റുമുള്ള ചെലവുകൾ അതാത് പഠന കേന്ദ്രങ്ങൾ സ്വയം കണ്ടെത്തേണ്ടിയിരുന്നു. കേരളത്തിന് പുറത്തുള്ള മലയാള ഭാഷാ പഠനം കൂടുതൽ ശാസ്ത്രീയമാക്കുന്നതിന്റെ ഭാഗമായി 2004 പ്രത്യേക പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറായി. കേരള സംസ്ഥാന സർക്കാരിന്റെ ഭാഷാ വിദഗ്ധൻ എഴുമറ്റൂർ രാജരാജവർമ്മയാണ് ആദ്യകാല പാഠപുസ്തകങ്ങൾ തയ്യാറാക്കുന്നതിന് നേതൃത്വം നൽകിയത്. ഓംചേരിയായിരുന്നു അദ്ദേഹത്തിന് നിർദ്ദേശങ്ങൾ നൽകി ഒപ്പമുണ്ടായിരുന്നത് എന്നത് ഞാൻ ഓർക്കുകയാണ്. നൂതന പഠന രീതിയിലുള്ള ഭാഷാ പഠനം സാധ്യമാക്കുകയായിരുന്നു ലക്ഷ്യം. 2000-ലേറെ വീട്ടമ്മമാർക്ക് മലയാളം പഠിപ്പിക്കാൻ പ്രത്യേക പരിശീലനം നൽകി. നേതൃത്വത്തിനായി ഈ സംഘടനകളുടെ വടംവലി ഉണ്ടാകാതിരിക്കാൻ കേരള ഹൗസ് ഇൻഫർമേഷൻ ഓഫീസിനെ ചുമതലപ്പെടുത്താനും ഇൻഫർമേഷൻ ഓഫീസർ ഇ സജീവിനെ കൺവീനറാക്കാനും ബുദ്ധിപരമായ തീരുമാനമെടുത്തത് ഓംചേരിയായിരുന്നു. എന്തിനാണ് തങ്ങളുടെ മക്കൾ മലയാളം പഠിക്കേണ്ടത് എന്ന് രക്ഷിതാക്കൾ ചോദിക്കുന്ന ഒരു കാലമായിരുന്നു അത്. ആ ചോദ്യത്തിന് പഠിക്കേണ്ടതിന്റെ ആവശ്യം ഡൽഹിയിലെ ജനങ്ങൾക്ക് നേരിട്ട് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ വലിയ ശ്രമം നടന്നു. അതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയായിരുന്നു ഓംചേരി NN പിള്ള. അദ്ദേഹം ഡൽഹിയിലെ ഓരോ കോളനിയിലും കയറി ഇറങ്ങി മാതൃഭാഷ പുതുതലമുറയിലേക്ക് പകർന്നു നൽകുന്നതിന്റെ ആവശ്യം പറഞ്ഞുകൊണ്ടേയിരുന്നു. ഓംചേരി NN പിള്ളയുടെ നേതൃത്വത്തിൽ മലയാള ഭാഷയെ തിരിച്ചു പിടിക്കുവാനുള്ള ഒരു ശ്രമം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ചത് ഈ കാലത്താണ്. മുൻപ് പ്രാസംഗികർ പറഞ്ഞതുപോലെ ജോസഫ് ഇടമുറുക്, VK മാധവൻകുട്ടി, D വിജയമോഹൻ, K മാധവൻ നായർ തുടങ്ങിയവരായിരുന്നു ഓംചേരിക്ക് പിൻബലമായി നിന്നിരുന്നത്. മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ വ്യാപകമാക്കുവാൻ അത് കാരണമായി. ഓംചേരിയുടെ വാക്കുകൾ കാതോർക്കാനും മലയാളം പഠിക്കണമെന്ന അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പിന്തുടരുവാൻ ഡൽഹി മലയാളികൾ തയ്യാറായി എന്നിടത്താണ് മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ വിജയകഥ ആരംഭിക്കുന്നത്. മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ ഡൽഹിയിൽ ശക്തി പ്രാപിക്കുന്നതിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ D വിജയമോഹൻ വഹിച്ച പങ്ക് ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന മലയാള മനോരമയുടെ ഡൽഹി എഡിഷൻ 2004 ആരംഭിച്ചപ്പോൾ മനോരമയുടെ പേജ് ബുക്കുകളിൽ മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ പരിപാടികൾക്ക് പ്രത്യേക പരിഗണന ലഭിക്കുകയുണ്ടായി. പത്രത്താളുകളിൽ ഫോട്ടോയും വാർത്തയും വരുമെന്ന നിലയായപ്പോൾ പഠന കേന്ദ്രങ്ങളിലെ പരിപാടികളുടെ എണ്ണം കൂടി. ഒപ്പം മലയാള മനോരമയുടെ സർക്കുലേഷനും കൂടി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മാതൃഭൂമിയും തൊട്ടു പിന്നാലെ ഡൽഹി എഡിഷനുമായി എത്തിയത് ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആവേശകരമാക്കി. സമാനമായി മറ്റു പ്രവാസ മേഖലകളിലും മലയാള മാധ്യമങ്ങൾ വലിയ പിന്തുണ മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾക്ക് നൽകി. മലയാള പഠന കേന്ദ്രങ്ങളുടെ വാർത്തയിലും ഫോട്ടോയിലും ഓംചേരി സാന്നിധ്യമായി നിന്നത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. 2004 മലയാള ഭാഷാ കേന്ദ്രങ്ങൾ വ്യാപകമായി ഡൽഹിയിൽ ആരംഭിച്ചു. പ്രവാസിയായ മാറിയ എന്നെയും ഓംചേരി സാർ ഭാഷാ പഠന പ്രയാണത്തിൽ ഒപ്പം കൂട്ടുകയുണ്ടായി. ഓരോ മലയാള അക്ഷരത്തിൽ നിന്നും ചിത്രങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാൻ അഭിപ്രായപ്പെട്ടത് ഓംചേരി സാർ അംഗീകരിക്കുകയായിരുന്നു. ഡൽഹിയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങളിൽ അക്ഷരങ്ങളിലൂടെ ചിത്രങ്ങൾ വരച്ചും വരപ്പിച്ചും ചിത്രങ്ങളിലൂടെ അക്ഷരങ്ങൾ എഴുതിച്ചും നടത്തിയ പുതുമയാർന്ന പഠന രീതി ഏറെ സ്വീകരിക്കപ്പെട്ടു. അതിന് നേതൃത്വം കൊടുത്ത ഓംചേരി സാറിന്റെ പല നിർദ്ദേശങ്ങളും ഈ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുവാൻ കാരണമായതും ഞാനിവിടെ സ്മരിക്കുകയാണ്. ഡൽഹിയിലെ മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ വലിയ ചർച്ചയായി. സമാന ക്ലാസുകൾ രാജ്യത്തിന്റെ പല പട്ടണങ്ങളിലും ആരംഭിക്കണമെന്നുള്ള താല്പര്യം പല ഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. രാജ്യത്തിന്റെ പല പട്ടണങ്ങളിലും വിദേശങ്ങളിലും പുതുതലമുറയെ മലയാളം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങളുടെ പരീക്ഷണശാലയായിരുന്നു ഡൽഹി എന്ന് പറയാം. പക്ഷേ അതൊക്കെ അസംഘടിതവും
ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതുമായിരുന്നു. ഭരണം മാറി, VS മുഖ്യമന്ത്രിയായി. മലയാള ഭാഷാ പഠന കേന്ദ്രങ്ങൾ മലയാളി ഉള്ളിടത്തെല്ലാം തുടങ്ങുവാൻ സർക്കാർ തീരുമാനിച്ചു. അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു. അങ്ങനെ മലയാളം മിഷന് തുടക്കം കുറിച്ചു. മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ സുരേഷ് കുമാർ IAS ആയിരുന്നു മലയാളം മിഷന്റെ ആദ്യ ഡയറക്ടർ. PRD ഡയറക്ടറും സാഹിത്യകാരനുമായ VR അജിത് കുമാർ ആയിരുന്നു ആദ്യ രജിസ്ട്രാർ. സാഹിത്യകാരന്മാരും സാംസ്കാരിക പ്രവർത്തകരും മലയാളി സംഘടനകളും ഉൾപ്പെടെ എല്ലാവരും ഒരേ മനസ്സോടെ മിഷന്റെ പ്രവർത്തനങ്ങളിൽ അണിനിരച്ചേർന്നു. മലയാളം മിഷന്റെ ഔദ്യോഗിക ഉദ്ഘാടനം 2009 ഒക്ടോബർ 22 രാജ്യ തലസ്ഥാനമായ ഡൽഹിയിലാണ് നടന്നത്. ഫിക്കി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേരള മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദനാണ് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത്. അതിന് ഊർജം പകർന്ന ഓംചേരി സാറും വേദിയിൽ ഉണ്ടായിരുന്നത് ഞാൻ ഓർക്കുന്നു. മലയാള പഠന കേന്ദ്രം മലയാളം മിഷനായി മാറിയപ്പോൾ പഠന കേന്ദ്രങ്ങൾ കൂടുതൽ സജീവമായി. ഡൽഹിയിലെ അധ്യാപകരെയും നാട്ടിലെ ഭാഷാ വിദഗ്ധരെയും ഒന്നിപ്പിച്ച് ഡൽഹിയിലും കേരളത്തിലുമായി നടത്തിയ പരിശീലന കളരിയിലൂടെയാണ് മികച്ച പുസ്തകങ്ങളും പഠന രീതിയും ആവിഷ്കരിച്ചത്. ഔദ്യോഗിക തിരക്കുകൾക്കിടയിലും ഓംചേരി സാർ അവിടെയെല്ലാം നിറസാന്നിധ്യമായി. പരമ്പരാഗത പഠന രീതികളെ പിന്തുടരുന്നവർ അതിനെ എതിർത്തപ്പോൾ പ്രായത്തിനപ്പുറം പുരോഗമനാശയങ്ങളെ സ്വീകരിക്കുന്ന ഓംചേരി സാറായിരുന്നു പുതിയ പാഠ്യരീതി നടപ്പിലാക്കാൻ മലയാളം മിഷനെ സഹായിച്ചത്. അധ്യാപകർക്ക് പരിശീലനം നൽകുക തുടങ്ങി വിവിധ സഹായങ്ങളും പഠന കേന്ദ്രങ്ങൾക്ക് മലയാളം മിഷൻ നൽകി തുടങ്ങി. മിഷൻ പിന്നീട് അതിർത്തികൾ കടന്ന് വളർന്നു. മലയാളം മിഷന്റെ ഡൽഹി ഘടകത്തിന്റെ ചെയർമാനായി ഓംചേരി സാർ ജീവിതാവസാനം വരെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഹൃദ്യമായ ഓർമ്മയാണ്. 100 വയസ്സ് കഴിഞ്ഞിട്ടും അദ്ദേഹം ചുറുചുറുക്കോടെ നേതൃനിരയിൽ ഉപദേശ നിർദ്ദേശങ്ങളുമായി ഉണ്ടായിരുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തും മലയാളികളുടെ മക്കൾ മലയാളം പഠിക്കുന്നു എന്നുള്ള സന്തോഷം അദ്ദേഹം എപ്പോഴും പങ്കുവെക്കുമായിരുന്നു. യാത്ര ചെയ്യുവാൻ സാധിക്കുന്ന സമയത്തെല്ലാം മലയാളം മിഷന്റെ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു. പ്രവാസികളായ മലയാളികളുടെ പുതുതലമുറയ്ക്ക് മലയാളം പഠിപ്പിക്കുവാൻ വേണ്ടി തുടക്കം കുറിച്ച മലയാളം മിഷന്റെ ഇന്നത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് ദുഃഖമുണ്ടായിരുന്നു. അദ്ദേഹം അത് സർക്കാരിന് പലതവണ പരാതിയായി സമർപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം 100 വയസ്സിലേറെ ആയിരുന്നു എന്നുള്ളതും നാം ഓർക്കേണ്ടതുണ്ട്. മലയാളം മിഷന്റെ ഭരണസമിതി അംഗമെന്നാണ് ഞാനിപ്പോൾ. ഇന്ന് മലയാളം മിഷൻ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു എന്ന ഓംചേരിയുടെ അഭിപ്രായത്തോടൊപ്പമാണ് ഞാനും. മലയാളം മിഷൻ ഇപ്പോൾ ഉദ്ദേശ ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി സഞ്ചരിക്കുന്നതിൽ അദ്ദേഹത്തിനുണ്ടായ ദുഃഖം നേരിൽ കാണുവാനിടയായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പശ്ചാത്താപത്തോടെ തലതാഴ്ത്തട്ടെ. ഓംചേരി സാറിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് പ്രതീക്ഷിക്കാം. എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം എന്ന പോലെ എവിടെയെല്ലാം ഓംചേരി ഉണ്ടായിരുന്നു അവിടെയെല്ലാം മലയാളവും ഉണ്ടായിരുന്നു എന്നത് ഈ തരുണത്തിൽ നമുക്ക് സ്മരിക്കാം. മലയാളത്തെ ഏറെ സ്നേഹിച്ച ഓംചേരി സാറിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ നമിക്കുന്നു. നന്ദി, നമസ്കാരം.